ആസാമിൽ നിന്നൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. നമുക്കറിയാം, ആസാം ഭരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. നേരത്തെയും അവിടെ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈയിടയ്ക്ക് ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. സംഭവം ആസാമിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന, ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്ന, ബംഗ്ലാദേശി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഹിന്ദു കുടുംബങ്ങളുണ്ട്. ഈ ഹിന്ദു കുടുംബങ്ങൾ നിരന്തരം അവരുടെ ബഹിഷ്കരണവും അവരുടെ ഉപദ്രവവും നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് തോക്ക് കൊടുക്കാൻ, അതായത് ലൈസൻസ്ഡ് ഗണ്ണ് കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായി. എന്നിരുന്നാലും ഹിമന്ത ബിശ്വ ശർമ്മ ഈ പ്രതിഷേധം കണ്ട് ഭയന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് നാം എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇപ്പോഴിതാ ഹിമന്ത ബിശ്വ ശർമ്മ ഈ നവരാത്രി വ്രതത്തോടനുബന്ധിച്ച്, ഈ നവരാത്രി എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലുമെല്ലാം വളരെ വലിയ ആഘോഷമാണ്. നമുക്കെങ്ങനെയാണോ ഓണം, അതുപോലെയാണ് അവർക്ക് നവരാത്രി വ്രതം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് 10 ദിവസമൊക്കെ അവധി സ്കൂളുകൾ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ അവിടെയുള്ള എക്സ്ട്രീമിസ്റ്റുകളോടും ബംഗ്ലാദേശി കുടിയേറ്റക്കാരോടും അപകടം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്താനോ ആക്രമണം അഴിച്ചുവിടാനോ നിൽക്കുന്ന വലിയ മതമൗലികവാദികളോടും പറഞ്ഞിരിക്കുകയാണ്, ഈ നവരാത്രി വ്രതം നല്ലതുപോലെ നടക്കണം, നവരാത്രി പൂജ നല്ലതുപോലെ നടക്കണം. തൊട്ടപ്പുറത്ത് ബംഗാളാണ്. ബംഗാളിൽ എപ്പോഴും നവരാത്രി പൂജയോടനുബന്ധിച്ച് വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ആസാമിൽ അത് വച്ച് പൊറുപ്പിക്കില്ല. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും തലപൊക്കുന്നത് കണ്ടാൽ വെടിവെച്ച് വീഴ്ത്താനാണ് ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രസ്താവന കേട്ടതിന് പിന്നാലെ സകല മതമൗലികവാദികളും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ ഒരു ഓർഡർ ഇതുവരെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. യോഗി ആദിത്യനാഥാണ് ഇത്തരത്തിലുള്ള ഓർഡറുകളൊക്കെ കൊടുക്കുന്നതിൽ മിടുക്കൻ എന്ന് പറയുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് പോലും ഈ നവരാത്രി വ്രതങ്ങളിൽ ഇത്തരത്തിൽ ആരെങ്കിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുകയോ ആക്രമണം അഴിച്ചുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ ബുൾഡോസർ കയറ്റുന്നൊരു നടപടിയാണ്, അല്ലാതെ അവരെ വെടിവെച്ച് കൊല്ലുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രി അതിന് തുനിയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.